എൻ്റെ നാടുമായി ചേർന്നൊരു വാർത്തയാണ്. ആ വാർത്ത ഒരു വലിയ സ്വപ്നം നമ്മുടെ നാടിനു വേണ്ടി സാക്ഷാത്കരിക്കാൻ പോകുന്നതിന് ഇന്നലെ മുഖ്യമന്ത്രി തുടക്കം കുറിച്ചിരുന്നു. ശ്രീകാര്യം മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. ശ്രീകാര്യം എന്ന് പറയുന്നത് തലസ്ഥാനത്തിന് പുറത്തുള്ളവർക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. തിരുവനന്തപുരം ജില്ലയിലേക്ക് NH വഴി കടന്നു വരുന്നവർക്ക് കഴക്കൂട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായി കടന്നു പോകുന്ന ഒരു വഴിയാണ് ശ്രീകാര്യം ടു ഉള്ളൂർ. ഈ പ്രദേശത്തെ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് ഈ പ്രദേശത്തുള്ളവർക്ക് തന്നെ അറിയാം. കഴിഞ്ഞ കുറേ കാലമായിട്ട് ആ ദുരന്തത്തിൽപ്പെട്ട് അല്ലെങ്കിൽ ആ ദുരിതത്തിൽപ്പെട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന മനുഷ്യരാണ് ദൈനംദിനം ഈ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നത്. അത്രമാത്രം കൺജസ്റ്റഡ് ആയ ഒരു പ്രദേശത്താണ് മേൽപ്പാലത്തിനും റോഡ് വീതി കൂട്ടലിനും തുടക്കം കുറിക്കാൻ പോകുന്നത്. നേരത്തെ സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചു. അതായത് പൊന്നും വില കൊടുത്താണ് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. 3 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി 99 കോടി രൂപ ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും അത്രയും പണം ചെലവാക്കി ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി സർക്കാർ ഇടപെടൽ നടത്തുമ്പോൾ ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, എത്രയും വേഗത്തിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം. കാര്യം 1 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് ഇതിന്റെ ഉദ്ഘാടന പ്രസംഗം ഒന്ന് കേൾക്കുമ്പോൾ സ്ഥലത്തെ MLA ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ അത് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. അത് 1 വർഷത്തിനകത്ത് പൂർത്തീകരിക്കുമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും അതെന്ന് പറയേണ്ടി വരികയാണ്.